ഹലോ എവ്രി വൺ, ഞാൻ പ്രകാശ്, നിങ്ങളുടെ കണ്ടിന്യൂസ് കരിയർ എഡ്യൂക്കേഷൻ ഫാക്കൽറ്റി Prepwise CCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മറ്റൊരു CUCET വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. CUCET എന്ന് പറയുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഇന്ത്യയിലെ 40-ലേറെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇനി തൊട്ട് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ പഠിക്കണമെങ്കിൽ ഈ എക്സാം ക്ലിയർ ചെയ്യുക തന്നെ വേണം. അങ്ങനെ ഈ CUCET 2022 ക്ലിയർ ചെയ്യാൻ വേണ്ട ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. CUCET 2022ൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ സെക്ഷനായിട്ടാണ് വരിക, ആ സെക്ഷൻസിൽ ഏതൊക്കെ ഏരിയാസ് ഉൾപ്പെടും എന്നുള്ളതൊക്കെ നമുക്ക് വളരെ ബ്രീഫായിട്ടൊന്ന് നോക്കാം. സെക്ഷൻസും ഏരിയാസും നോക്കുന്നതിനോടൊപ്പം തന്നെ പ്രിപ്പറേഷന് വേണ്ട ചെറിയ ചെറിയ ടിപ്സും ഞാൻ നൽകുന്നതായിരിക്കും. ഒട്ടും സമയങ്ങളായത് നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് കിടക്കാം. CUCET 2022ൽ 2 സെക്ഷനായിട്ടാണ് അവർ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. അവൈലബിൾ ആയിട്ടുള്ള ന്യൂസുകൾ പ്രകാരം സെക്ഷൻ A ജനറൽ ആപ്റ്റിറ്റ്യൂഡും സെക്ഷൻ B ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സും ആയിരിക്കും. നമുക്ക് സെക്ഷൻ A വിശദമായിട്ടൊന്ന് നോക്കാം. സെക്ഷൻ A ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ 50 ക്വസ്റ്റ്യൻസ് 200 മാർക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 4 മാർക്കാണ് ഒരു ശരിയുത്തരത്തിന്. തെറ്റുത്തരമായാൽ നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതായത് എഴുതുന്ന ശരിയാവുന്ന ഉത്തരത്തിൻ്റെ 4/1. കൃത്യം 1 മണിക്കൂറിൽ നിങ്ങൾ നിങ്ങളുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പേപ്പർ കംപ്ലീറ്റ് ചെയ്യണം. ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ വെർബൽ എബിലിറ്റിയും അതുപോലെ റീഡിംഗ് കോംപ്രിഹെൻഷനുമാണ്. വെർബൽ എബിലിറ്റിയിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസും മൊത്തം 25 ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വരും. CUCET 2022ൽ നിങ്ങൾ നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഏരിയ തറോ ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. കാരണം വേറൊന്നുമല്ല, ഈ ഏരിയാസിൽ നിങ്ങൾക്ക് ഒരുപാട് മാർക്സ് സ്കോർ ചെയ്യാം. നിങ്ങളൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ വെർബൽ എബിലിറ്റിയെ അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷനെ സഹായിക്കുന്ന 1-2 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എന്നും ന്യൂസ് പേപ്പർ വായിക്കുക. ഈ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ആ ന്യൂസ് പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 5-10 വാക്കുകൾ എഴുതി വെച്ച് അതിൻ്റെ അർത്ഥം ഡിക്ഷണറിയിൽ നിന്ന് കണ്ടെത്തുക. ഇതുവഴി നിങ്ങളുടെ വൊക്കാബുലറി അടിപൊളിയാവും, അതുപോലെ നിങ്ങളുടെ ലാംഗ്വേജ് അടിപൊളിയാവും. പോരാത്തതിന് നിങ്ങൾ സിനോണിംസും ആൻറ്റണിംസും ആയിട്ട് വളരെ ഫെമിലിയർ ആവും. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്, എഴുതുമ്പോൾ വള്ളിയും പുള്ളിയും തെറ്റാൻ പാടില്ല. ഇംഗ്ലീഷിലും അതിനെ ശ്രദ്ധിക്കുക. ഗ്രാമർ മിസ്റ്റേക്സ് വരുത്താതെ ഇരിക്കുക. കാരണം ഗ്രാമർ മിസ്റ്റേക്സ് വരുത്തിയാൽ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് 4 മാർക്ക് എന്നുള്ള രീതിയിൽ നഷ്ടപ്പെടും. തെറ്റിക്കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന് 1 മാർക്ക് നിങ്ങൾ നേടിയ മാർക്കിൽ നിന്ന് പോവുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഗ്രാമർ മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ഒരുപാട് വരുന്നൊരു ഏരിയയാണ് ഗ്രാമർ. അതുകൊണ്ട് തന്നെ അത് മിസ്സാക്കാതിരിക്കുക. കൃത്യമായി തന്നെ ഗ്രാമറൊക്കെ കറക്റ്റാക്കി തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ജനറൽ ആപ്റ്റിറ്റ്യൂഡിലെ ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി വരുന്ന 10 ക്വസ്റ്റ്യൻസ് വരുന്നത് ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ്ങിൽ നിന്നാണ്. നിങ്ങളുടെ ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, പ്രാക്ടീസ്. അറിഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ ഏറ്റവും സുഖമുള്ള ഒരു ഏരിയയാണ്, പക്ഷേ അറിയണം. ഈ അറിവ് നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ ലഭിക്കും. ഇങ്ങനെ നിങ്ങളുടെ L&R സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പസിൽസ് എടുത്ത് ചെയ്യുക. ഈ പസിൽസ് നിങ്ങൾ ഒരുപാട് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ മൈൻഡും ഷാർപ്പാവും. മാത്രമല്ല നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും ഇമ്പ്രൂവ് ആവും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഏരിയ ആണ് സെക്ഷൻ Aയിൽ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ടൈം ബേസ് ചെയ്തുള്ള, ഡിസ്റ്റൻസ് ബേസ് ചെയ്തുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ ഏരിയയിലാണ് നിങ്ങൾക്ക് എഴുതേണ്ടി വരിക. സെക്ഷൻ A എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതായിരിക്കാം ഏറ്റവും ഡിഫിക്കൽട്ടായി നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ള പാർട്ട്. ഈ ഏരിയ നല്ലപോലെ നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസും ഫോക്കസും അതുപോലെ തന്നെ ഡെഡിക്കേഷനും വേണം. ഡെഡിക്കേഷൻ എന്ന് ഇവിടെ എടുത്തു പറയാൻ കാരണം നിങ്ങൾക്ക് ഒരു ടോപ്പിക് പോലും ഇതിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കുറഞ്ഞ ടൈമിൽ നിങ്ങൾക്ക് ഇത്രയും മാർക്സ് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു സെക്ഷൻ ഇല്ലതാനും. പക്ഷേ ഇങ്ങനെ മൊത്തം മാർക്ക് നേടുന്നതിന് വേണ്ടി കൃത്യമായി നിങ്ങൾ പഠിക്കുകയും അത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുകയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യണം. മുൻ വർഷത്തെ CUCET ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിലെ ഈ വക ചോദ്യങ്ങളും സോൾവ് ചെയ്യുന്നത് ഇതിന് നിങ്ങൾക്ക് സഹായകമാവും. സെക്ഷൻ Aയുടെ ഫൈനൽ പാർട്ടാണ് ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ് സെക്ഷന് 5 മാർക്കാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ജനറൽ അവയർനെസ്സിൽ എന്തൊക്കെ വരുന്നു. സൂര്യന് കീഴുള്ളതും സൂര്യന് പുറത്തുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനറൽ അവയർനെസ്സിൽ വരും. എന്നാൽ അതിന് 5 മാർക്കേ അവർ അലോട്ട് ചെയ്തിട്ടുള്ളൂ. സോ സ്ട്രാറ്റജിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾ ജനറൽ അവയർനെസ് നോക്കുക, പക്ഷേ അതിനേക്കാൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തുകൊണ്ടും ബാക്കി 3 സെക്ഷൻസിനാണ്. കാരണം വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ്ങിൽ 10 ക്വസ്റ്റ്യൻസ്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട് ആൻസർ ചെയ്യാൻ. അതേ സ്ഥാനത്ത് ജനറൽ അവയർനെസ്സിൽ ഒരുപാട് പഠിക്കാനും ഉണ്ട്. എന്നാൽ പോലും 5 ക്വസ്റ്റ്യൻസേ ജനറൽ അവയർനെസ് വരുന്നുള്ളൂ. അതുകൊണ്ട് ടൈം അലോട്ട് ചെയ്യുമ്പം ഈ ക്വസ്റ്റ്യൻസ് വരുന്ന രീതി അനുസരിച്ച് തന്നെ ടൈം അലോട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതൊക്കെയാണ് സെക്ഷൻ Aയിൽ പറയാനുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ് 200 മാർക്ക് വരെ സ്കോർ ചെയ്യാവുന്ന ഒരു പേപ്പറാണ് സെക്ഷൻ A ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. സെക്ഷൻ A കഴിഞ്ഞ് സെക്ഷൻ Bയിലേക്ക് എത്തുമ്പോൾ നമുക്ക് സെക്ഷൻ Bയിൽ ചെയ്യാനുള്ളത് ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റാണ്. അൺഫോർച്യുനേറ്റ്ലി ഈ ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ന്യൂസുകൾ വഴിയും മിനിസ്ട്രി വഴിയൊന്നും പുറത്തെത്തിയിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അത് CUCET ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റിൻ്റെ സിലബസിനെ പറ്റിയാണ്.
12th ക്ലാസ് NCET ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ഒരുവിധം ചോദ്യങ്ങളെല്ലാം തന്നെ ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റിന് വരിക. നിങ്ങൾ നിങ്ങളുടെ ബോർഡ് എക്സാമിന് നല്ലപോലെ പഠിക്കുന്നത് നിങ്ങളുടെ CUCET എക്സാമിനും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ചുരുക്കം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാനിങ്ങനെ സിലബസ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ സിലബസിലുള്ളത് മൊത്തം എടുത്ത് ഒരുപാട് സമയം മെനക്കെടുത്തി പഠിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഏതൊക്കെ ഏരിയാസിൽ സ്ട്രോങ് ആണ്, നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ടൈം അലോട്ട് ചെയ്യാൻ. കൃത്യമായ സ്ട്രാറ്റജിയിലൂടെ കൃത്യമായ ടൈം അലോട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് ഏരിയാസും സ്ട്രോങ് ഏരിയാസ് ആക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം NCET ടെക്സ്റ്റ് എടുത്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. അങ്ങനെ സെക്ഷൻ Aയും Bയും അടങ്ങുന്ന CUCET 2022 എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള മറ്റൊരു നല്ല വഴിയാണ് മോക്ക് ടെസ്റ്റ്. പരമാവധി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. കാരണം നിങ്ങൾ ഓടിച്ചെന്ന് ഇരുന്ന് ആ പരീക്ഷ അങ്ങോട്ട് നേരെ എഴുതുന്നതിലും എത്രയോ മെച്ചമുണ്ടാവും നിങ്ങൾ ആഴ്ചകളെടുത്ത് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഫെമിലിയർ ആകുമ്പോൾ. മോക്ക് ടെസ്റ്റുകളിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങളെപ്പറ്റി ഒരു ധാരണയും അതുപോലെ ഈ ഒരു ടൈം മാനേജ്മെൻറ്റും നല്ല പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് സെക്ഷൻ Aയും Bയും അടങ്ങുന്ന CUCET 2022 പാറ്റേൺ. ഇതുവരെ വന്ന ന്യൂസുകൾ പ്രകാരം ഇങ്ങനെയാണ്. ഇതല്ലാതെ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് അനുസരിച്ച് ഞങ്ങളുടെ ചാനലിൽ പ്രോംപ്റ്റ് ആയിട്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് CUCET 2022 എക്സ്പെക്റ്റഡ് സിലബസും അതുപോലെ സെക്ഷനും എല്ലാം. ഇനി ഇതിന് വേണ്ട ഞാൻ ടിപ്സ് പറഞ്ഞെങ്കിലും കാര്യമായ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം ഞാൻ പറഞ്ഞുതരാം. പ്ലസ് ടുവിന് ശേഷം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് വിദ്യാർത്ഥിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് Prepwise. CUCET 2022 ക്ലിയർ ചെയ്യാനുള്ള നിങ്ങളുടെ പ്രിപ്പറേഷന് മാത്രമല്ല, നിങ്ങളെ എക്സാം ക്ലിയർ ചെയ്യുന്നതിന് ശേഷമുള്ള നിങ്ങളുടെ അഡ്മിഷൻ അസിസ്റ്റൻസിന് വരെ Prepwiseൻ്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, അത് IITസിൽ നിന്നും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എല്ലാം പഠിച്ചിറങ്ങിയ അലുമിനൈസിൻ്റെ ഒരു ടീമാണ് Prepwise ലീഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ക്ലാസ്സുകളും കോഴ്സ് മെറ്റീരിയൽസും നിങ്ങളുടെ മെൻറ്ററായിട്ട് വരെ ഈ അലുമിനൈസ് ആണ് ഉണ്ടാവുക. Prepwiseൻ്റെ CUCET കോച്ചിങ്ങിൻ്റെ ഭാഗമായി എൻറോൾ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? CUCET 2022 നല്ല റാങ്കോടെ പാസ്സാകാൻ വേണ്ട എല്ലാവിധ ഹെൽപ്പുകളും Prepwise നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ പിറകിൽ കാണുന്നതെല്ലാം തന്നെ Prepwise നൽകുന്ന CUCET കോച്ചിങ്ങിൻ്റെ ഭാഗമാണ്. CUCET 2022 വരാൻ സാധ്യതയുള്ള എല്ലാ ടോപ്പിക്സും ക്ലാസ്സുകളായി Prepwise നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. 20-30 മിനിറ്റുകൾ നീണ്ട ക്ലാസ്സുകൾ ആർക്കും മനസ്സിലാക്കാനാവുന്നതും എന്നാൽ വളരെ കണ്ടന്റ് റിച്ചുമാണ്. ഇങ്ങനെ 20-30 മിനിറ്റുകളായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ക്ലാസ്സുകൾ CUCET എക്സാം നിങ്ങൾ എഴുതാനാവുമ്പോഴത്തേക്ക് 200ഓളം മണിക്കൂറുകളായി മാറിയിരിക്കും. നിങ്ങൾ ചുമ്മാ പോയൊരു പരീക്ഷ എഴുതുന്നതും 200 മണിക്കൂറുകളോളം ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയി പരീക്ഷ എഴുതുന്നതും വ്യത്യാസമില്ലേ? ഈ ഡെയിലി ക്ലാസ്സസിന് പുറമെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും Prepwise അവരുടെ വാല്യൂ ആഡഡ് നോട്ട്സ് നിങ്ങൾക്ക് അവരുടെ ആപ്പ് വഴി അവൈലബിൾ ആക്കുന്നതാണ്. ക്ലാസ്സിൽ കണ്ട കോൺസെപ്റ്റ്സുകൾ വളരെ ഈസിയായി മനസ്സിലാക്കാനും ഓർത്തു വെക്കാൻ എളുപ്പത്തിനും പാകത്തിന് തയ്യാറാക്കിയിട്ടുള്ള മെറ്റീരിയൽസാണ് വാല്യൂ ആഡഡ് നോട്ട്സ്. ഇങ്ങനെ ടോപ്പിക്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തരുന്ന വാല്യൂ ആഡഡ് നോട്ട്സ് മാത്രം മതി CUCET ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫൈനൽ റിവിഷൻ ചെയ്യാൻ. ഇങ്ങനെ ക്ലാസ്സുകളും വാല്യൂ ആഡഡ് നോട്ട്സിനും പുറമെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഒരു റെഗുലർ ഇൻ്റർവെൽസിലായിട്ട് Prepwise ഓഫർ ചെയ്യുന്നുണ്ട്. ഓരോ ടോപ്പിക് ക്ലാസ്സുകളിലൂടെ കവർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വാല്യൂ ആഡഡ് നോട്ട്സ് മാത്രമല്ല തരുന്നത്, അതിൻ്റെ കൂടെ ഒരു ടോപ്പിക് സ്പെസിഫിക് ടെസ്റ്റ് കൂടെ ഉണ്ടാവും. ഈ ഡെയിലി ടോപ്പിക് ടെസ്റ്റ് വഴി നിങ്ങൾ ആ ക്ലാസ് എത്രത്തോളം മനസ്സിലാക്കി, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് ആ ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന സ്കോർ വഴി അറിയാൻ പറ്റും. നിങ്ങളുടെ തന്നെ സെൽഫ് ഇവാലുവേഷന് സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ ഡെയിലി ടോപ്പിക് ടെസ്റ്റ്. ഈ ഡെയിലി ടോപ്പിക് ടെസ്റ്റിന് പുറമെ വീക്ക്ലി മോക്ക് ടെസ്റ്റും Prepwise നടത്താറുണ്ട്. അങ്ങനെ ഡെയിലി ടോപ്പിക് ടെസ്റ്റായിട്ടും വീക്ക്ലി മോക്ക് ടെസ്റ്റും എല്ലാമായി 5000ഓളം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ CUCET എഴുതാൻ പോകുന്നതിന് മുമ്പ് തന്നെ ചെയ്തു തീർക്കുന്നത്. 200 ചോദ്യത്തിൽ താഴെ മാത്രം വരുന്ന ഒരു CUCET എക്സാമിനായിട്ട് 5000 സിമിലർ ക്വസ്റ്റ്യൻസ് ചെയ്തു തീർക്കുന്ന നിങ്ങൾക്ക് തരുന്നൊരു അഡ്വാൻറ്റേജ് എന്തോരമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. Prepwiseന് നിങ്ങൾക്ക് തരാനുള്ളതും ഈ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അങ്ങനെ ക്ലാസ്സുകളും വാല്യൂ ആഡഡ് നോട്ട്സും ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും വീക്ക്ലി മോക്ക് ടെസ്റ്റും ഡെയിലി ടോപ്പിക് ടെസ്റ്റും ഇങ്ങനെ എല്ലാം നടത്തി നിങ്ങളെ ഏബിളാക്കി നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ CUCET ക്ലിയർ ചെയ്യുന്നതോടെ Prepwise നിങ്ങളും തമ്മിലുള്ള ബന്ധം അവസാനിക്കുമോ? ഒരിക്കലും ഇല്ല. നിങ്ങളുടെ അഡ്മിഷൻ അസിസ്റ്റൻസും Prepwise സപ്പോർട്ട് ചെയ്യും. അങ്ങനെ എക്സാമൊക്കെ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ഏത് കോളേജ്, ഏത് കോഴ്സ്, എങ്ങനെ പോകും എന്നുള്ള എല്ലാവിധ സംശയങ്ങൾക്കും ഉത്തരവുമായി Prepwise കൂടെ തന്നെ ഉണ്ടാവും. പ്ലസ് ടു കഴിഞ്ഞ് ഇന്ത്യയിലെ തന്നെ മികച്ച ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. Prepwiseനെ പറ്റിയും
CUCT കോച്ചിങ്ങിനെ പറ്റിയും എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ നമ്പറിൽ നിന്ന് ലഭിക്കും. പോരാത്തതിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. പ്രപ്പോയ്സിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ലഭിക്കാൻ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. തൽക്കാലത്തേക്ക് നമ്മുടെ CUCT വിശേഷങ്ങൾ ഞാനിവിടെ നിർത്തുന്നു. പക്ഷേ ഞാൻ ഇനിയും വരും CUCTയുടെ മറ്റു വിശേഷങ്ങളുമായിട്ട്. അതുവരേക്കും പീസ് ഔട്ട്.